ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിന്റെ 5th ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലെ 2 സൊല്യൂഷൻസ് എന്ന് പറയുന്ന സെക്ഷനാണ്. നമുക്ക് 9th സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വന്നാൽ അതിന്റെ ഗ്രാഫ് വരയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഇതേ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അതിന്റെ ഗ്രാഫ് ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്ത് വരച്ചിരിക്കുന്നതാണ് അല്ലെ. ഈ ഷേപ്പിന് നമ്മൾ എന്ത് പറയും? പരാബോള എന്ന് പറയും അല്ലേ? അപ്പം നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് വരച്ചാൽ കിട്ടുന്ന ഷേപ്പിന് പറയുന്ന പേര് പരാബോള എന്നാണ്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? ഇവിടെ ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നോക്കി ഈ y ഇവിടെ എക്സ് എന്നാണ്, ഇവിടെ y അല്ലേ? ഈ y ഈസ് ഈക്വൽ ടു ഞാൻ പി ഓഫ് എക്സ് എന്ന് എടുക്കുന്നു. ഓക്കെ, y ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് എന്ന് എടുക്കുന്നു. ഇനി ഞാൻ എക്സിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. ഫസ്റ്റ് എക്സ് ഈക്വൽ ടു 4 എന്ന് കൊടുക്കുന്നു. അപ്പൊ പി ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഈ ഇക്വേഷനകത്ത് എക്സിന്റെ പ്ലേസിൽ 4 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 4 പ്ലസ് 3 ഈക്വൽ ടു 16 മൈനസ് 16 പ്ലസ് 3 ഈക്വൽ ടു 3 എന്ന് കിട്ടും അല്ലേ? അപ്പൊ ആ പോയിന്റ് എവിടെ വരുന്നേ? ദേ എക്സ് 4 വൈ എത്ര കിട്ടുന്നേ? 3. ഇതാണല്ലേ കിട്ടുന്നത് ഈ പോയിന്റ്. ഇനി നെക്സ്റ്റ് ഞാൻ എക്സിന് 1 എന്ന് കൊടുക്കുന്നു. അപ്പൊ പി ഓഫ് 1 എന്ത് വരും? 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 4 പ്ലസ് 3. ഈ 1ഉം 3യും കൂടി ആഡ് ചെയ്തു, മൈനസ് 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0. ഇനി എക്സിന് ഞാൻ 3 എന്ന് കൊടുക്കുന്നു. അപ്പൊ പി ഓഫ് 3 എന്ത് കിട്ടി? 3 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 3 പ്ലസ് 3 ദാറ്റ് ഈസ് 9 മൈനസ് 12 പ്ലസ് 3 ഈക്വൽ ടു എന്ത് വരും? 9ഉം ഈ 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 12, 12 മൈനസ് 12 0. ആ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? എക്സ് 1 എന്ന് എടുത്തു, ദേ ഇവിടെ. y നമുക്ക് എന്താണ് കിട്ടുന്നത്? 0. ഇനി എക്സ് നമുക്ക് 3 എന്ന് എടുത്തു, അപ്പൊ നമുക്ക് y എന്ത് കിട്ടും? 0. അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ് എന്ത് വരും? 3 0. അതായത് 1 0 എന്നും 3 0 എന്നുമാണ് നമ്മുടെ കോർഡിനേറ്റ്സ് കിട്ടിയത്. എക്സ് ആണ് ഫസ്റ്റ് എഴുതുന്നത്, y ആണ് സെക്കൻഡ് എഴുതുന്നത്. അപ്പൊ നമ്മൾ നോക്കി ഈ ഗ്രാഫ് നോക്കിയിട്ട് നമ്മൾ എങ്ങനെ സൊല്യൂഷൻസ് കിട്ടും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അതെന്താണ്? നമ്മൾ ഈ പോളിനോമിയലിനകത്ത് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഏത് വാല്യൂ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണോ y 0 ആവുന്നത്, അതായത് ഈ ഗ്രാഫിൽ നോക്കിയേ, എക്സ് ആക്സിസിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? y 0 ആണ് അല്ലെ? ഈ ഗ്രാഫ് കട്ട് ചെയ്യുന്ന പോയിന്റ് എക്സിൽ ആക്സിസിൽ കട്ട് ചെയ്യുന്നിടത്തല്ല എന്താണ്? y 0 ആണ് അല്ലെ? y 0 ആവുമ്പം അവിടെ എക്സിന് വാല്യൂസ് കിട്ടും അല്ലെ? ആ വാല്യൂസ് ആണ് നമ്മുടെ എക്സിന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ് ഈക്വൽ ടു 1 and 3 ആർ ദ സൊല്യൂഷൻസ് ഓഫ് ദിസ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എത്ര സൊല്യൂഷൻസ് കാണും? 2 സൊല്യൂഷൻസ് കാണും. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ആ ഗ്രാഫ് വരുന്ന ലൈൻ എക്സ് ആക്സിസിന് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ്സ് അവിടെ y 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും പോയിന്റ് പറഞ്ഞത്. ഇതിനിപ്പോ നമുക്ക് ഗ്രാഫ് വരയ്ക്കാതെ ഓൾജിബ്രായിക് രീതിയിൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഇക്വേഷൻ ഇതാണ്. അപ്പൊ അത് അതുപോലെ എഴുതുക. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3. ഇവിടുന്ന് നമ്മൾ എങ്ങനെ എക്സ് കണ്ടുപിടിക്കും? നമ്മൾ ഈ ചാപ്റ്ററിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എക്സ് കണ്ടുപിടിക്കുന്നേ? നമ്മൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറോ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയറോ ഫോമിലോട്ട് മാറ്റണം അല്ലെ? അപ്പൊ നമ്മൾ ഈ 2 ടേം സെലക്ട് ചെയ്യും, അതിനെ ഒരു സൈഡിൽ ഇടുന്നു. എക്സ് സ്ക്വയർ മൈനസ് 4x ഈക്വൽ ടു ഈ 3 ഇപ്പുറത്ത് പോകുമ്പോ എന്തോ? -3. ഇപ്പൊ ഇവിടെ മൈനസ് ആയി. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. എക്സ്പാൻഷൻ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഈ മിഡിൽ ടേമും ഈ മിഡിൽ ടേമോട് ഇക്വേറ്റ് ചെയ്യുമ്പം 2xy ഇസ് ഈക്വൽ ടു 4x, y ഈക്വൽ ടു 4x ബൈ 2x ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2. അപ്പൊ നമ്മുടെ ഈ ഇക്വേഷന്റെ 2 സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 2 സ്ക്വയർ ആഡ് ചെയ്യും അല്ലെ?
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 2 സ്ക്വയർ ഈക്വൽ ടു മൈനസ് 3 പ്ലസ് 2 സ്ക്വയർ. ഇതിപ്പോ ഏത് ഫോമിലായി? എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഫോമിലായി. ഇവിടെ 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 മൈനസ് 3 1. അപ്പൊ എന്ത് കിട്ടി? എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ നമ്മൾ എക്സ് മൈനസ് 2 എങ്ങനെ കണ്ടുപിടിക്കും? റൂട്ട് 1 എടുക്കും. ഇവിടെ വരെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത മെത്തേഡ് തന്നെയാണ്. ഇനി നോക്കിയേ, ഈ റൂട്ട് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ നോക്കിയേ, 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇൻറ്റു 1 1. മൈനസ് 1 ഇൻറ്റു മൈനസ് 1 എന്ത് വരും? അതും 1 തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഈ റൂട്ട് 1ന്റെ ആൻസർ 1 മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ? അല്ല, ഒരു മൈനസ് 1ഉം കൂടി എഴുതാൻ പറ്റും അല്ലേ? മൈനസ് 1 ഇൻറ്റു മൈനസ് 1 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് 1 അല്ലേ? 2 വാല്യൂസ് വരും. അപ്പൊ നമുക്ക് എക്സ് മൈനസ് 2 ഈക്വൽ ടു പ്ലസ് 1 എന്നും എഴുതാം, എക്സ് മൈനസ് 2 ഈക്വൽ ടു മൈനസ് 1 എന്നും എഴുതാം അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 2 ഈക്വൽ ടു പ്ലസ് 1 ഓർ എക്സ് മൈനസ് 2 ഈക്വൽ ടു മൈനസ് 1. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇവിടുന്ന് എക്സ് കണ്ടുപിടിക്കണം. 1, ഈ മൈനസ് 2 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 2. അപ്പൊ എന്ത് കിട്ടും? 3. ഇവിടെ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് 1, ഈ മൈനസ് 2 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 2 ആകും. ദാറ്റ് ഈസ് 2 മൈനസ് 1 വരുമ്പോൾ എന്ത് കിട്ടും? 1. അപ്പൊ നമുക്ക് എക്സിന് എത്ര വാല്യൂസ് കിട്ടി? 2 വാല്യൂസ് കിട്ടി. ഏതൊക്കെയാ? 1ഉം 3ഉം. അപ്പൊ എക്സിന് എത്ര സൊല്യൂഷൻസ് ഉണ്ട്? 2 സൊല്യൂഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്ത് നമുക്ക് എക്സിന് 2 സൊല്യൂഷൻസ് കിട്ടും. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത ക്വസ്റ്റ്യൻസിന് എക്സിന് നമ്മൾ ഒറ്റ വാല്യൂസേ എടുത്തുള്ളൂ, ഒറ്റ സൊല്യൂഷൻസേ എടുത്തുള്ളൂ. ഇവിടെ പറയുന്നു ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 സൊല്യൂഷൻസ് കിട്ടും. ഒരു ചെറിയ കൺഫ്യൂഷനായി അല്ലേ? അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ വെച്ചിട്ട്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര സൊല്യൂഷൻസ് കിട്ടും? 2 സൊല്യൂഷൻസ് കിട്ടും. ഇനി ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് എങ്ങനെയാണ് അത് വരുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കൊരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതിന്റെ ഒരു സൈഡ് മറ്റേ സൈഡിന്റെ 2 മീറ്റർ കൂടുതലാണ്. അതിന്റെ ഏരിയ തന്നിട്ടുണ്ട് 224 സ്ക്വയർ മീറ്റർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റെക്റ്റാങ്കിളിന്റെ സൈഡുകളുടെ ലെന്ത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഒരു സൈഡ് എക്സ് എന്ന് എടുത്താൽ നെക്സ്റ്റ് സൈഡ് നമ്മൾ എക്സ് പ്ലസ് 2 എടുത്തു അല്ലേ? അങ്ങനെയാണെങ്കിൽ സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഏരിയ തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2, ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 224 എന്നെടുത്തു. ഇവിടുന്ന് എക്സ് നമ്മൾ അകത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 224 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എഴുതിയിട്ട്, ഇപ്പൊ ഇവിടെ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നെടുത്തു. അവിടെ എന്ത് കിട്ടും? അപ്പൊ നമ്മൾ മിഡിൽ ടേം ഇക്വേറ്റ് ചെയ്യുമ്പോൾ y ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ രണ്ടിടത്തും ഒരു 1 സ്ക്വയർ ആഡ് ചെയ്യും. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 224 പ്ലസ് 1 സ്ക്വയർ. ഇതെന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 224 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ 225. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് ഡൗട്ട് ഉള്ളവർ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. ഇവിടുന്ന് നമ്മൾ എക്സ് പ്ലസ് 1 എങ്ങനെ കണ്ടുപിടിച്ചു? എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 225 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 225ന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ഫാക്ടറൈസേഷൻ ചെയ്യും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 15. അതായത് 15 ഇൻറ്റു 15 എന്ന് പറയുന്നതാണ് 225 എന്ന് കിട്ടുന്നത് അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയേ, 15 ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു 225. മൈനസ് 15 ഇൻറ്റു മൈനസ് 15 എന്താ നമുക്ക് കിട്ടുന്നത്? 225 തന്നെയല്ലേ കിട്ടുന്നത്? അപ്പൊ ഇവിടെ നമുക്ക് പ്ലസ് ഓർ മൈനസ് 15 എന്നാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 15 എന്ന് കിട്ടി.
അപ്പൊ നമുക്ക് ഫസ്റ്റ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 15 പ്ലസ് 15 എടുത്താൽ എക്സ് എന്ത് വരും 15. ഈ പ്ലസ് 1 ഇപ്പുറത്ത് വരുമ്പോൾ -1 ദാറ്റ് ഈസ് 40. ഇനി ഇവിടെ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു -15 എടുക്കുന്നു അല്ലെ. -15 ഇൻറ്റു -15 എന്ന് പറഞ്ഞാൽ 225 ആണ്. അപ്പൊ ഇവിടുന്ന് എക്സ് ഈസ് ഈക്വൽ ടു -15. ഈ പ്ലസ് 1 ഇപ്പുറത്ത് വരുമ്പോൾ -1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും -60. അപ്പൊ നമ്മൾ ഒരു സൈഡ് എക്സ് എന്ന് എടുത്താൽ നെക്സ്റ്റ് സൈഡ് എക്സ് പ്ലസ് 2 എന്നാണ്. അപ്പം ഒരു സൈഡ് എക്സ് 14 എടുത്താൽ നെക്സ്റ്റ് എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 14 പ്ലസ് 2 ഈക്വൽ ടു 60. അത് ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ വാല്യൂ എന്തുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തില്ല എന്ന് ചോദിച്ചാൽ ദേ ഇവിടെ നോക്കിയേ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി -16 കിട്ടി. അപ്പൊ എക്സ് പ്ലസ് 2 നെക്സ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും -16 പ്ലസ് 2. ഇതെന്ന് പറഞ്ഞാൽ എന്താ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കണം. അപ്പൊ -16 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത് 40. അപ്പൊ ഇത് പോസിറ്റീവ് വാല്യൂസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് 14 വന്നു, ഇവിടെ 16 വന്നു. ഇത് ഓക്കെ ആണ്. ഇനി നമ്മൾ നോക്കിയേ നെക്സ്റ്റ് വാല്യൂ നമുക്ക് എന്താ -16ഉം -14ഉം ആയിട്ട് കിട്ടിയത്. നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് അല്ലേ എടുക്കാറുള്ളൂ, നെഗറ്റീവ് വാല്യൂസ് എടുക്കാറുണ്ടോ ഇല്ല അല്ലെ. നെഗറ്റീവ് വാല്യൂസ് വെച്ച് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അന്ന് നമ്മൾ ചെയ്തപ്പോൾ പോസിറ്റീവ് വാല്യൂസ് മാത്രം എടുത്തത്. അപ്പൊ ഇവിടെ നമ്മൾ 2 സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് നമുക്ക് ഈ രണ്ടാമത്തെ സൊല്യൂഷനും എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് 2 സൊല്യൂഷൻസ് കാണും. ഇനി ക്വസ്റ്റ്യൻ നമുക്ക് തരുന്നത് ഏതാണോ എന്ന് വെച്ചാൽ, അതായത് ഒരു എണ്ണം അല്ലെങ്കിൽ ഒരു സൈഡിന്റെ ലെന്ത് ഒക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റ വാല്യൂസ് മാത്രം എടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ 2 വാല്യൂസും ചെയ്ത് കാണിക്കുക. ഇപ്പൊ ക്ലിയർ ആയില്ലേ എങ്ങനെയാ വരുന്നത് എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ പോസിറ്റീവ് വാല്യൂസ് എടുക്കേണ്ടടുത്ത് പോസിറ്റീവ് വാല്യൂസ് മാത്രം എടുക്കുക, അല്ലാത്തടത്ത് 2 വാല്യൂസും എടുക്കുക. അപ്പൊ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എപ്പോഴും എത്ര സൊല്യൂഷൻസ് കാണും 2 സൊല്യൂഷൻസ് കാണും. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 99, 97, 95 etc. starting from the first we add to get 900 as the sum. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട് 99, 97, 95 etc. ഈ സീക്വൻസിലെ എത്ര ആദ്യത്തെ ഫസ്റ്റ് ടേംസ് അല്ലെ, എത്ര ഫസ്റ്റ് ടേംസ് ആഡ് ചെയ്താൽ നമുക്ക് 900 സമ്മ് കിട്ടും അല്ലെ. അപ്പൊ 900 സമ്മ് കിട്ടുന്ന ഫസ്റ്റ് എത്ര ടേംസ് ഉണ്ട്? അപ്പൊ നമുക്ക് എന്താണ് n ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് അരിത്തമെറ്റിക് സീക്വൻസ്, അതിന്റെ സമ്മ് കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ, സമ്മിന്റെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് n എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ അല്ലെ. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. നമ്മുടെ സീക്വൻസ് എന്താ 99, 97, 95 etc. ഇനി നമുക്ക് സമ്മ് Sn ഈക്വൽ ടു 900 എന്ന് തന്നിട്ടുണ്ട്. ഇനി സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? Sn ഈസ് ഈക്വൽ ടു 1/2 an ഇൻറ്റു n പ്ലസ് 1 പ്ലസ് nb. സമ്മ് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ടല്ലേ. Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇഷ്ടമുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യാം, 2 ഇക്വേഷൻ വെച്ച് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും. ഞാൻ ദേ ഇവിടെ ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഡിഫറൻസ് ഡി ആണ്. ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ് അല്ലേ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സീക്വൻസിനകത്തും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കണം. അപ്പൊ 97 സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം അല്ലേ. ഇവിടെ സെക്കൻഡ് ടൈം 97 ആണ്. 97 മൈനസ് 99 എന്ന് പറഞ്ഞാൽ എന്താ? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -2. ഇനി ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ്. ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 99 മൈനസ് കോമൺ ഡിഫറൻസ് എത്ര? -2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 99 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 101. ഇനി ഇക്വേറ്റ് ചെയ്യാലോ. Sn ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 പ്ലസ് n ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 101. ഈ 2 കൂടെ ക്യാൻസൽ ആയി പോവും.
മൈനസ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 പ്ലസ് 101 എൻ എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാമല്ലോ. അപ്പൊ എന്ത് കിട്ടും? മൈനസ് എൻ ഇൻറ്റു എൻ മൈനസ് എൻ സ്ക്വയർ പ്ലസ് മൈനസ് എൻ ഇൻറ്റു 1 എന്ത് കിട്ടും? മൈനസ് എൻ ആണ് കിട്ടുന്നത് അല്ലേ? പ്ലസ് 101 എൻ. അപ്പൊ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൽ മൈനസ് എൻ സ്ക്വയർ മൈനസ് എൻ പ്ലസ് 101 എൻ. ഇവിടെ നോക്കിയേ, എന്നിന്റെ 2 ടേംസ് ഉണ്ട് അല്ലേ? ഡിഫറെന്റ് സൈൻ ആണ്. അപ്പൊ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ലാർജ് നമ്പറിന്റെ സൈൻ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? മൈനസ് എൻ സ്ക്വയർ പ്ലസ് 101 ഒരു 1 പോയാൽ 100 എൻ. അപ്പൊ ഈ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 900 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ. മൈനസ് എൻ സ്ക്വയർ പ്ലസ് 100 എൻ ഈസ് ഈക്വൽ ടു 900. ഇനി നമ്മുടെ n കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനുമായിട്ട് മാറ്റി എഴുതുക. അതായത് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഫോമിലോട്ട് മാറ്റി എഴുതണം. അതിന് നമുക്ക് എന്ത് കിട്ടണം? എക്സ് സ്ക്വയറിന്റെ ടേം പോസിറ്റീവ്. ഇവിടെ എൻ സ്ക്വയർ ആണ്. അപ്പൊ എൻ സ്ക്വയർ പോസിറ്റീവ് വരണം. അപ്പൊ നമ്മൾ ഈ ടേമിനെ എല്ലാത്തിനെയും ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? എൻ സ്ക്വയറിന്റെ അവിടെ ഒരു നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് എൻ സ്ക്വയർ മൈനസ് 100 എൻ ഈസ് ഈക്വൽ ടു മൈനസ് 900 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ഇവിടെ മൈനസ് വന്നു അല്ലേ? അപ്പൊ നമുക്ക് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എടുക്കാം. അപ്പൊ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇനി നോക്കിയേ, ഇവിടെ എന്താണ്? 100 എൻ ആണ് അല്ലെ? എക്സ് വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. എൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ എന്തിടും? 2xy ഈസ് ഈക്വൽ ടു 100x. y എങ്ങനെ വരും? 100x ഡിവൈഡഡ് ബൈ 2x. എക്സും എക്സും ക്യാൻസൽ ആയി പോയി. 100/2 എന്ന് പറഞ്ഞാൽ 50 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ y സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 50യുടെ സ്ക്വയർ. അപ്പൊ ഈ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? 50 സ്ക്വയർ ആഡ് ചെയ്യുക. എൻ സ്ക്വയർ മൈനസ് 100n പ്ലസ് 50യുടെ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 900 പ്ലസ് 50 സ്ക്വയർ. ഇപ്പൊ ഇവിടെ എന്തായി? എൻ മൈനസ് 50 ദ ഹോൾ സ്ക്വയർ അല്ലെ? എൻ മൈനസ് 50 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ 50യുടെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? 2500. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2500 മൈനസ് 900 0061 1600 എന്ന് കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് n മൈനസ് 50 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1600 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് n മൈനസ് 50 കണ്ടുപിടിക്കാമല്ലോ. റൂട്ട് ഓഫ് 1600. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 40 ഇൻറ്റു 40 ആണ് 1600 എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് എന്തെഴുതാം? മൈനസ് 40 ഇൻറ്റു മൈനസ് 40 എന്നും എഴുതാം അല്ലേ? അപ്പൊ ആൻസർ എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് 40. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പൊ n മൈനസ് 50 ഈസ് ഈക്വൽ ടു നമ്മൾ ഫസ്റ്റ് 40 എന്ന് കൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടും? n ഈസ് ഈക്വൽ ടു 40. ഈ മൈനസ് 50 ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? പ്ലസ് 50. ദാറ്റ് ഈസ് ഈക്വൽ ടു 90. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? n മൈനസ് 50 ഈസ് ഈക്വൽ ടു മൈനസ് 40. n ഈസ് ഈക്വൽ ടു മൈനസ് 40. മൈനസ് 50 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 50 ഈക്വൽ ടു 10. അപ്പൊ നമുക്ക് n എത്രയൊക്കെ കിട്ടി? n ഈസ് ഈക്വൽ ടു 90 എന്നും 10 എന്നും കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെഴുതാം? ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 90 ടേംസിന്റെ സമ്മ് നമുക്ക് 900 കിട്ടും. ആദ്യത്തെ 10 ടേംസിന്റെ സമ്മ് നമുക്ക് എന്ത് കിട്ടും? 900 കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ട് വാല്യൂസും എങ്ങനെയാണ് എടുക്കുന്നതെന്ന് മനസ്സിലായോ? അതായത് നമുക്ക് ഇവിടെ റൂട്ട് വരുമ്പം പ്ലസ് വാല്യൂവും മൈനസ് വാല്യൂവും വരും. അപ്പൊ രണ്ട് വാല്യൂസും നമ്മൾ എടുക്കുക. രണ്ട് വാല്യൂസും സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് n എത്ര ആണെന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? പേജ് നമ്പർ 96 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. Question: the product of a number and 2 added to it is 168. What are the numbers? അല്ലേ? എന്താണ്? നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഒരു നമ്പർ എക്സ് എന്ന് എടുത്താൽ അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? 2 added to it. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 2 ആഡ് ചെയ്യണം.
ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമുക്ക് അവയുടെ പ്രോഡക്റ്റ് എടുക്കണം. ദ പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 ആഡഡ് ടു ഇറ്റ്. അപ്പൊ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ത് കിട്ടും? 168 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനാണെങ്കിൽ വാട്ട് ആർ ദ നമ്പേഴ്സ്? നമുക്ക് ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കണം, അതായത് എക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് എക്സ് പ്ലസ് 2. ഇനി നമ്മൾ എന്തെടുക്കണം? പ്രോഡക്റ്റ് എടുക്കണം അല്ലേ? അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 168. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. എക്സ് ഇൻറ്റു എക്സ് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 2x ഈക്വൽ ടു 168. ഇവിടെ നിന്ന് എന്താണ്? 2 ടേം ഉണ്ട്. ഏത് ഇക്വേഷന്റെ എക്സ്പാൻഷൻ ആണെന്ന് നോക്കണം. അതിന് നോക്കാൻ എളുപ്പം ഇവിടെ പ്ലസ് ആണ്. അപ്പൊ നമ്മൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എടുക്കുന്നു. എക്സ്പാൻഷൻ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇനി ഈ മിഡിൽ ടേമുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. 2xy ഈസ് ഈക്വൽ ടു 2x. y കണ്ടുപിടിക്കുന്നു. 2x ബൈ 2x ഈക്വൽ ടു 1. y 1 ആണെങ്കിൽ y സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ. അപ്പൊ നമ്മൾ ഇവിടെ രണ്ടിടത്ത് ഒരു 1 സ്ക്വയർ ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 168 പ്ലസ് 1 സ്ക്വയർ. ഇനി എന്താ നോക്കിയേ, ഇവിടെ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഫോമിലായി അല്ലേ? 168 പ്ലസ് 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, അപ്പൊ 169. ഇവിടെ നമുക്ക് എക്സ് പ്ലസ് 1 എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് 169 അല്ലേ? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അതിനു മുമ്പ് ദേ നോക്കിയേ, 13 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ 169 ആണ്. അതുപോലെ -13 ഇൻറ്റു -13 എന്ന് പറഞ്ഞാലും 169 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എന്തെഴുതാം? പ്ലസ് ഓർ മൈനസ് 13. അപ്പൊ 2 സൊല്യൂഷൻസ് വന്നു അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഒന്ന് പോസിറ്റീവ് 13 എന്നും എടുക്കാം. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 13 എന്നും എടുക്കാം. ഇവിടെ രണ്ടിടത്തു നിന്നും എക്സ് എത്രയെന്ന് കണ്ടുപിടിക്കാമല്ലോ. എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഈ പ്ലസ് 1 ഇപ്പുറത്ത് വരുമ്പോൾ -1, ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ഇവിടെ എക്സ് എന്ത് വരും? -13. ഈ പ്ലസ് 1 ഇപ്പുറത്ത് പോകുമ്പോൾ -1 മൈനസ് എന്തെന്ന് കിട്ടും? 14. അപ്പൊ എക്സിന് നമുക്ക് 2 വാല്യൂസ് കിട്ടി അല്ലേ? അപ്പൊ നമ്മളെ നമ്പേഴ്സ് ഏതൊക്കെയാ? എക്സും എക്സ് പ്ലസ് 2 എന്നും എടുത്തത്. അപ്പൊ ഫസ്റ്റ് ഇഫ് എക്സ് ഈക്വൽ ടു നമ്മൾ 12 എടുക്കുന്നു. 12 എടുത്താൽ എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 12 പ്ലസ് 2 ദാറ്റ് ഈസ് 14. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് എന്ത് കിട്ടും? 12ഉം 14ഉം കിട്ടും. ഇനി ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു -14 ആണെങ്കിൽ എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -14 പ്ലസ് 2 ദാറ്റ് ഈസ് -12 അല്ലേ? അപ്പൊ നമുക്ക് ഇവിടുത്തെ നമ്പേഴ്സ് എന്താ കിട്ടുന്നത്? -14ഉം -12. നമുക്ക് ലാസ്റ്റിൽ എങ്ങനെ എഴുതാം? therefore the numbers are 12 14 അല്ലെങ്കിൽ എന്ത് വരും? -14ഉം -12. ഓക്കെ, ക്ലിയർ ആയില്ലേ എങ്ങനെ കിട്ടുന്നതെന്ന്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.